ഓക്കെ. കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാല്, എടാ 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 ചില്ലാവും. ഞാൻ കാര്യങ്ങൾ പറയട്ടെ. ഞാൻ അങ്ങനെ ലുക്കായി വരികയല്ലേ, കല്യാണം ഇങ്ങനെ അടുപ്പിച്ചായതുകൊണ്ടേ. എന്താ ചെയ്യാ, കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. നിങ്ങൾക്കറിയാം, നിങ്ങളിങ്ങനെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി, ഭയങ്കര എന്താ പറയാ, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അയ്യേ, എന്താടാ നാറികളെ, ഞാനൊരു കാര്യം പറഞ്ഞു വരുമ്പോ നിങ്ങള് ഇത് ബംഗാളി ലുക്കാ ബ്രോ. സീരിയസ്ലി നിന്നെ അളക്കല്ലേ ചുമ്മാ. ഗ്യാങ് ഫോം ആവില്ല. ഞാൻ പറയാം, അതിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എന്താ പറയാ, ഫ്ലഫി ഇഷ്യൂ എന്താ? ഫ്ലഫി ഇഷ്യൂ എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല ഗൈസ്. നിലവില് പാക്കു എന്തോ ലൈവില് പറഞ്ഞതിന്റെ പേരിൽ ഭയങ്കര പ്രശ്നമായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ഈവൻ ഞാനും അതിൽ കുറച്ച് ബാഡായിരുന്നു. അതുകൊണ്ട് മെയിൻ തിങ് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഗ്യാങ് ഫോം ആവാത്തതിനോ അല്ലെങ്കിൽ ഗ്യാങ് ഇതാകാത്തതിനോ ഒന്നും വേറെയുള്ള ആൾക്കാരെ എന്താ പറയുക, ഡി എമ്മിലോ അല്ലെങ്കിൽ വേറെയുള്ള ആൾക്കാരെ ലൈവിലോ പോയിരുന്ന് കണ്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പോ അല്ലെങ്കിൽ ഇതേമാതിരി ഇരുന്ന് കണ്ട് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാര്യമില്ല. ഈവൻ നമ്മളെ മെമ്പേഴ്സിൻ്റെ ലൈവിൽ തന്നെ, എൻ്റെ ലൈവ് അല്ലാതെ ഇപ്പം ഞാനല്ലാത്ത ബാക്കി ഈവൻ വരുന്ന ചാരൻ അങ്ങനെ തുടങ്ങി എല്ലാവരുടെ ലൈവിലും പോയിങ്ങാണ്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അവരെ ട്രിഗർ ആക്കുമ്പം അവരോരോന്ന് പറഞ്ഞു പോകും. മനസ്സിലായാ? ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് എത്തുമ്പോൾ നമുക്ക് തന്നെ തോന്നും, മയിര് ഇതൊന്നും നടക്കൂല, ഇത് നമുക്ക് നടപടി ആവണ കേസല്ല എന്നുള്ളത് തോന്നിപ്പോകും. അപ്പം അങ്ങനെ തോന്നിപ്പിക്കാനുള്ള ഒരു സാധനം നിങ്ങൾ തന്നെ ചാറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ എനിക്കറിയാം നിങ്ങൾക്ക് എത്രത്തോളം ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ നിങ്ങളതിൽ എന്താ പറയുക, ഒന്ന് വെയിറ്റ് ചെയ്യ്, നമുക്ക് ടൈമുണ്ട്. മനസ്സിലായോ? ഇപ്പം പുള്ളിക്കാരനെ ആദ്യമായി പറഞ്ഞതാണ്, പുള്ളിക്കാരൻ്റെ ലെവലിൽ ഇന്നേ വരെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ പോലെ 28 ഗ്യാങ് ആയാൽ മാത്രമേ തുറക്കുള്ളൂ എന്നുള്ളത്. മേ ബി 29 ആയാൽ തുറക്കുക എന്നുള്ളൊരു ഹോപ്പ് വരെ പുള്ളിക്കാരനുണ്ട്. പക്ഷെ നിങ്ങൾ കുറേ പേര് ഇവിടെ പോയിട്ട് ഇങ്ങനെ ഈ ലൈവിൽ പോയി ഇരുന്ന് കണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ സെർവർ ഡീഗ്രഡേഷൻ നോട്ട് അലൗഡ്. സെർവർ ഡീഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സർക്കംസ്റ്റാൻസസ് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇവർക്ക് ഇപ്പം നിലവിൽ ചെയ്തു തരാൻ പറ്റാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പം ഞാൻ ഇപ്പം എനിക്കിപ്പം സെർവറിൽ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാരെ എനിക്ക് അല്ലാതെ അറിയുന്ന ആൾക്കാരുണ്ട്. മാനേജ്മെൻറ്റ് സൈഡിലൊക്കെ കുറേ പേര് അറിയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അന്വേഷിച്ചിടത്തോളം നോർമലി ഒരു ഗ്യാങ് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ അടുത്തൊരു ഗ്യാങ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അടുത്തൊരു ഗ്യാങ് ഫോം ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 40 ദിവസം 45 ദിവസം 1.5 മാസമൊക്കെ മിനിമം എടുക്കാറുണ്ട്. ആ ഒരു സമയത്ത് ഇപ്പോൾ പെട്ടെന്ന് ഒരു 2 ഗ്യാങ് ഡിസ്മാൻഡിലും കൂടി ആയതുകൊണ്ട് മേ ബി ഇനിയും തിരിച്ചൊരു ഗ്യാങ് ആപ്ലിക്കേഷൻ വരാനൊക്കെ പ്രോബബ്ലി ചാൻസ് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ കുറേ ആൾക്കാർ ഇതിലൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഓരോരുത്തരുടെ ലൈവും കണ്ട് ഇങ്ങനെ പറഞ്ഞു ഇപ്പം അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് അതിനിങ്ങനെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകില്ല. അപ്പം ഒന്ന് ചില്ലായി ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ പറയപ്പെട്ട പല കാരണങ്ങൾ കൊണ്ടും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഇപ്പം നമ്മളെ RG7 ബാക്കി മെമ്പേഴ്സിനോട് സംസാരിച്ച് നമ്മളെടുത്തൊരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഫൈനലായിട്ട് ഞാൻ പറയണത് എന്താ വെച്ചാൽ, നമ്മളെന്തായാലും എക്സലാൻറ്റിസിൽ കറൻ്റ്ലി ഇനി ഇപ്പോൾ നോക്കണില്ല. നമ്മളെന്തായാലും വേറെ സെർവറിൽ ആപ്ലിക്കേഷൻ ഇടാൻ പോവാണ്. വൺസ് ഇവിടെ എപ്പോഴെങ്കിലും സെർവറിൽ ആപ്ലിക്കേഷൻ ഫോം ആവണ സമയത്ത് തിരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തിരിച്ച് അപ്ലൈ ചെയ്യാം. അല്ലാതെ ഇത് ഇന്ന് വരും നാളെ വരും എന്ന് എഴുതിയാണ്ട് ഇങ്ങനെ നിൽക്കുമ്പം ഇവിടെ പല ക്രൈറ്റീരിയാസിൻ്റെ പേരിൽ ഇതിങ്ങനെ മാറുന്നതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ നമ്മളെ ഒരു ഓർഗ അല്ലെങ്കിൽ നമ്മളെ ഒരു സാധനം, നമ്മളെ റിക്രൂട്ട്മെൻറ്റ്, നമ്മളെ കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഡിലേ ആയിക്കൊണ്ട് നിൽക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ RP ആയിട്ട് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ RP ഒക്കെ ആയിട്ട് ആ പഴയ ഓൾഡ് ഡേയ്സൊക്കെ നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ല രീതിക്ക് പോകട്ടെ എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് പോകെ പല രീതിക്കും ഡിസപ്പോയിൻ്റ് ആവുന്നുണ്ട് നിങ്ങളെന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതിൻ്റെ ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നിപ്പം
പാക്കു ആ ലൈവിൽ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ സീരിയസ് ആയിട്ട് പറയാ, നിങ്ങൾ കുറേ പേര് ഗ്രൂപ്പിൽ ഇരുന്നാണ്ട് ഓരോന്ന് പറയണതിന് ഞാൻ ഇന്നേ വരെ ഒരാളെ ഗ്രൂപ്പിലും ഇന്നെ പറ്റി എന്തെങ്കിലും മോശം പറയുക അല്ലെങ്കിൽ വേറെ ആരെ പറ്റി എന്തെങ്കിലും മോശം പറയുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഒരു ക്ലിപ്പായി കണ്ട് ഇന്നേ വരെ എൻ്റെ ലൈവിൽ ഞാൻ കൊണ്ടുവന്നുകൊണ്ട് അത് റിയാക്ട് ചെയ്തിട്ടില്ല ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യണത്. കാരണം ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഗ്രൂപ്പുകളാണ്, പ്രത്യേകിച്ച് നമ്മളെ ഫാമിലി ഗ്രൂപ്പുകളാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ നമുക്ക് കൺട്രോൾ ചെയ്യണതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ AI റോബോട്ടുകളൊന്നും വെച്ചിട്ടില്ല. ഒരു സ്റ്റിക്കർ വരുമ്പോഴത്തിന് ഡിലീറ്റ് ആക്കാനും അല്ലെങ്കിൽ ഒരു വോയിസ് വരുമ്പോഴത്തിന് ഡിലീറ്റ് ആക്കാനൊന്നും അതിൽ അങ്ങനത്തെ ഒരു സംവിധാനങ്ങളൊന്നും നിലവിലില്ല. അപ്പോൾ ഇത് അഡ്മിൻസൊക്കെ ഇതെല്ലാം കേട്ട് കണ്ടറിഞ്ഞ് ഇതൊക്കെ നോക്കി വരുമ്പോഴത്തിന് വോയിസ് ഒക്കെ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ അതിനൊക്കെ ഓരോരുത്തർ എല്ലാവരും ലൈവിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ കഴിയണമല്ല. പക്ഷെ അതൊക്കെ ഫൈനലി അത് മണ്ടക്ക് വന്നിരിക്കുന്നത് ഷെയ്ഖിൻ്റെ ഗ്രൂപ്പിൽ നടന്നത്. ഷെയ്ഖിൻ്റെ ഗ്രൂപ്പ്, മാക്കിൻ്റെ ഗ്രൂപ്പ്, ഈ ഒരു സംഭവമാണ് വരിക. അപ്പം അതിനൊക്കെ കൺട്രോൾ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് ആദ്യം എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നിലവിൽ വേറെ സിറ്റിയിൽ ആപ്ലിക്കേഷൻ ഇടാൻ ഫൈനലായിട്ട് തീരുമാനിച്ചു. അതാവുമ്പോൾ മിന്നലിനും ടർബോക്കും എല്ലാവർക്കും കളിക്കാനും പറ്റും. പിന്നെ നമുക്ക് നമ്മളെ റിക്രൂട്ട്സ് അവിടെ എടുക്കുക. വൺസ് ഇവിടെ എപ്പോഴെങ്കിലും തിരിച്ച് ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവണ സമയത്ത് നമുക്ക് തിരിച്ചു വരാം, മേ ബി പറ്റുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ എനിക്കറിയാം അതിൽ നിങ്ങൾ കുറേ പേർക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്. സെർവർ ഏതാന്നുള്ളത് ആക്ച്വലി ചൂസ് ചെയ്തിട്ടില്ല. അത് അങ്ങനത്തെ ഒരു അഭിപ്രായം എല്ലാവരും ഫൈനലൈസ് ചെയ്തു. അപ്പം നമുക്ക് എന്തായാലും അത് നോക്കിയിട്ട് ഏതാ ബെറ്റർ എന്ന് വെച്ചാൽ പോവാ. ഇനി അതുമല്ല അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് നിങ്ങളെ ഈ എക്സ്ട്രീമിറ്റി എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഈ പറഞ്ഞ പോലെ ഞാൻ VC വന്നിരുന്നപ്പം ഇതേമാതിരി, ഞാൻ പേര് പറയണില്ല, 3 ആൾക്കാർ ഇതേമാതിരി VC വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ തന്നെ ഓഡിയൻസും നമ്മൾ തന്നെ വെൽവിഷേഴ്സും ആയിട്ടുള്ള ആൾക്കാർ പുതിയ സെർവർ തുടങ്ങണതിനെ പറ്റിയിട്ടും ഫാൽക്കൺ വരുമെന്ന്. ഫാൽക്കൺ VHലല്ലേ ഗൈസ്, ഫാൽക്കൺ വരാൻ ചാൻസ് ഇല്ല. പുതിയ സെർവർ തുടങ്ങാൻ അതിന് ഇനി എത്ര എക്സ്പെൻസ് ആയാലും വേണ്ടില്ല, 20 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ 20 ലക്ഷം തരാം, പുതിയ സെർവർ തുടങ്ങാം, നമുക്കായിട്ട് തന്നെ ഒരു സെർവർ തുടങ്ങാം. അപ്പം അതിൻ്റെ ഡിസിഷൻ അത്രത്തോളം നിങ്ങൾ തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങൾ ഈ RC7 വേണ്ടിയിട്ട് എത്ര വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് എനിക്കറിയാം ഒരു പുതിയ സെർവർ തുടങ്ങുക പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഈസി മാറ്റർ ഒന്നും അല്ല. എന്താ പറയുക, അതിനൊക്കെ 20 ലക്ഷം 25 ലക്ഷം റുപ്യൊക്കെ ചിലവാക്കുക എന്ന് പറഞ്ഞാൽ അതിന് പോലും റെഡി ആയിട്ട് നമ്മളെ ആൾക്കാർ, പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഒബ്വിയസ്ലി തിങ്ക് ചെയ്താൽ മനസ്സിലാവും ആരേക്കാരം അത്രയും ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ആരൊക്കെക്കാരം എന്നുള്ളത് അറിയാം. അപ്പോൾ അതിന് മെമ്പേഴ്സിനെയും ഗാങ്സിനെയും കിട്ടാൻ റിസ്ക് ഏക്കാരെന്ന് പറഞ്ഞപ്പം വരുന്ന അവിടെ കളിക്കുന്ന പ്ലെയേഴ്സിന് വരെ വീക്കിലി എന്തൊക്കെ പറയും, വീക്കിലി അവിടെ കളിക്കുന്ന പ്ലെയേഴ്സിന് ലോഗ് ചെക്ക് ചെയ്തിട്ട് എത്ര ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്തു അതിനനുസരിച്ച് ഓൾക്കൊരു പേ ഔട്ട് കൊടുക്കുക, അവിടെയുള്ള സ്റ്റാഫുകാർക്ക് സാലറി കൊടുക്കുക. എന്നാലും കുഴപ്പമില്ല, ഒരു സെർവർ തുടങ്ങിയിട്ട് എല്ലാവരും വരുത്തുക. എന്നാലും പേര് കുറേ വരുന്നുണ്ട് എനിക്കറിയാം, എന്നാലും വിഷയമില്ല, നമുക്കത് ചെയ്യണം എന്നുള്ള രീതിയിൽ വിട്ടുകൊടുക്കാൻ പറ്റൂല, താന്നു കൊടുക്കരുത്. നമ്മൾ താവുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി കണ്ട് നമ്മളെ ഇതേപോലെ വാച്ചിങ്ങും എല്ലാം ഡ്രോപ്പ് ഔട്ടാക്കാൻ പലതൊക്കെ ചിലപ്പോൾ നടന്നു എന്ന് വരും. അതിലൊന്നും താന്നു കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അത്രയും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അത്രയും ആൾക്കാർ ബാക്ക് എൻഡിൽ ഇരുന്ന് ചെയ്തു തരാമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളെ കുറേ ആൾക്കാരെ ഞാൻ വെറുതെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു സംഭവം എനിക്കുണ്ട്. അതുകൊണ്ട് നമ്മളെന്തായാലും കറൻ്റ്ലി നമ്മൾ വേറെ സിറ്റിയിൽ ആപ്ലിക്കേഷൻ ഇടും. അപ്പോൾ ഈ പറയപ്പെട്ട എനിക്ക് ഒരാളോടും എനിക്ക് ഹെയ്റ്റ് ഇല്ല, ഒരാളോടും ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ഇതാക്കാനോ എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് തന്നിട്ട് ആൾക്കാരെ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു മിനിറ്റ്, ഹലോ സോറി ഗൈസ് അത് കുറിപ്പ് വിളിച്ചതാ. അപ്പോൾ ഇല്ല, ഞാൻ പറഞ്ഞില്ല പുതിയ പോണ സിറ്റി ഏതാന്നുള്ളതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒന്നും നടക്കില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വെൽവിഷേഴ്സൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കാം. ഒരു നിലക്കും നടക്കില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിനെ പറ്റിയൊക്കെ തിങ്ക് ചെയ്യാം. എനിക്ക് അതൊന്നും അത്
എന്നെ കൊണ്ട് എത്രത്തോളം പ്രാക്ടിക്കൽ ആക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം എത്രത്തോളം റിസ്ക് ആണ് എന്നുള്ളത്. കാരണം ഞാൻ പല പ്രാവശ്യം ഈ മാനേജ്മെൻറ്റ് സൈഡിലുള്ള ആൾക്കാരപ്പോൾ കുറേ നേരം മുമ്പൊക്കെ ഇരിക്കണോണ്ട് എനിക്കറിയാം അതിൻ്റെയൊക്കെ ബാക്ക് എൻഡിൽ എന്തോരം കാര്യങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷേ ഇവന്തോ അതിനൊക്കെ ഒരു പേയ്മെൻറ്റും സാലറി ഒക്കെ ആക്കിയിട്ട് ഓരോ സ്റ്റാഫുകളെയും ഓരോരുത്തർ റിക്രൂട്ട് ചെയ്ത് ഓരോരുത്തരെ അതിനെ ഏൽപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് നടക്കേണ്ടതാണ്. നോക്കാം, അതൊക്കെ ഒരു നിലക്കും നടക്കില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമുക്ക് ചിന്തിക്കാം. നിലവിൽ അങ്ങനത്തെ കുറേ സജഷൻസ് വന്നു. പേയ്മെൻറ്റ് വരെ തരാമെന്ന് പറഞ്ഞതാണ്. ഞാൻ വേണ്ട, ഇപ്പം നിലവിൽ അങ്ങനത്തേനെ പറ്റി ഇപ്പോൾ നിലവിലാവുന്നു ആലോചിക്കേണ്ട, ഒക്കെ വർക്കൗട്ട് ആവണമെങ്കിൽ ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. നോക്കാം. ബാക്കി എന്താ വേറെ ഇതിപ്പം നമുക്ക് കുറച്ച് VH ആയിട്ട് കുറച്ച് ഡെപ്റ്റ് ഉണ്ട് ഗൈസ്. അത് നമുക്ക് സിറ്റിക്ക് അകത്ത് തന്നെ കയറിങ്ങാണ്ട് തീർക്കാം. അവിടെ മുടി എന്താ ഇങ്ങനെ പാറി കളിച്ചു. എവിടെ ആപ്ലിക്കേഷൻ ഇടണമെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല ഗൈസ് നിലവിൽ. നോക്കാം, നമുക്ക് ആസ്ട്രിക്സോ അല്ലെങ്കിൽ സിയോണോ വേറെ ഏതെല്ലോ കുറേ ഉണ്ട്, എനിക്കറിയില്ല. എക്സ്ലാൻഡിസ് മതി ബ്രോ, എക്സൽ മതി ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്, മറ്റേ എക്സലറേറ്റിനാണോ അതോ എക്സ്ലാൻഡിസിനാണോ നിങ്ങൾ പറയുന്നത്? എക്സ്ലാൻഡിസിൽ ഞാൻ പറഞ്ഞില്ലേ, എക്സ്ലാൻഡിസിൽ വൺസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവട്ടെ, അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഇടാം. നമുക്ക് എന്തായാലും സിറ്റി കയറാം ഗൈസ്. ആർ പി അടക്കം എന്നാ പറഞ്ഞത്. RP അടക്കം. റിക്രൂട്ട്മെന്റ്സ് ഒന്നും ഞാൻ ഇപ്പോൾ പറയില്ല. റിക്രൂട്ട്സ് ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്താ പറയുക, അതിനൊക്കെ അതിൻ്റെതായ ടൈം ആകുമ്പം ഇനി ഞാൻ കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പം എനിക്ക് അതിനെ പറ്റി നിലവിൽ റിക്രൂട്ട്മെൻറ്റ് കയറ്റിയൊന്നും പറയേണ്ട ആവശ്യം നിലവിലില്ല. അത് നമ്മൾ വൺസ് ഗ്യാങ് ഫോമായി അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും റിക്രൂട്ട്മെൻറ്റൊക്കെ അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്ത് കണ്ട് തന്നെ നമ്മൾ റിക്രൂട്ട്സ് എടുക്കും. ആസ് യൂഷ്വൽ നമ്മൾ മുമ്പൊക്കെ എങ്ങനെ MRCയിൽ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ചെയ്യും. ഉസ്മാൻ അതേപോലെ ടർബോ, മിന്നൽ ഇവർക്കൊക്കെ കളിക്കാനും പറ്റും വേറെ സിറ്റിയിലാവുമ്പം. അപ്പം നോക്കാം, ഇവിടെ ഫോം ആവണ വരെ നമുക്ക് കൊടുക്കാം. ഇതൊക്കെ ഞാൻ കണ്ടതാണ്. ഇവിടെ VCയിൽ ഇനി ഇതൊന്നും കണ്ടെന്നില്ല, എല്ലാം ഞാൻ കണ്ടു. അതായത് ഇതൊക്കെ പുള്ളി ഞാൻ പറയട്ടെ, നിങ്ങൾ വെറുതെ പോയി ട്രിഗർ ആക്കണേന് പുള്ളി പറയണതാണ്, അല്ലാതെ അങ്ങനത്തെ പവർ ഗെയിം യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. അത് ഫെയർ ആയിട്ട് ഡിസിഷൻസ് എടുക്കണ ഒരു പുള്ളി അങ്ങനെ അത് നിങ്ങളവിടെ പോയാണ്ട് ഇങ്ങനെ ട്രിഗർ ആക്കണേന് പറയുന്നതാണ്. ഇപ്പം മാലിക്കൊക്കെ ഫ്രസ്ട്രേഷൻ ആയി കണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അതേപോലെ അതൊക്കെ അങ്ങനെ കണ്ടാൽ മതി, മനസ്സിലായോ? നമുക്ക് എന്തായാലും സിറ്റി കയറാം. ഫ്ലഫി ഇഷ്യൂ എനിക്കറിയില്ല ആക്ച്വലി എന്താണെന്നുള്ളത്. क्या हो गया भाई, पता नहीं मेरे को.